ഈയൊരു കുറവേ നാട്ടുകാർക്ക് എന്റെ കാര്യത്തില് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കറുത്ത മറുക്. ഇപ്പതേ ചിറ്റിയുടെ അതേ രൂപായി. വീട്ടുകാർക്ക് ഞാൻ പണ്ടേ ചതുർത്ഥിയാ. ഈ രൂപം കിട്ടിയപ്പോ നാട്ടുകാർക്കും എന്നെ പേടിയായി. എങ്ങനെയാ പേടിയാവാതിരിക്കുക? രണ്ടുപേരെ കൊന്ന പെണ്ണല്ലേ ചിറ്റ. സ്നേഹിച്ചവനെ കിട്ടിയില്ലാന്ന് വെച്ച് പറമ്പിലെ പാലമരച്ചോട്ടില് കൊടി വെച്ച ശക്തിയെ പ്രാർത്ഥിക്കുക, രണ്ടാളെ കൊല്ലുക, ഒടുക്ക നാട്ടുകാരൊക്കെ കൂടി ആ ശക്തിയെ ബന്ധിച്ച് ഭഗവതിക്കാവില് തളച്ചപ്പോ കിണറ്റില് ചാടി ചാവുക. ഇത്രയും സ്നേഹമായിരുന്നോ ചിറ്റയ്ക്ക് അയാളോട്? എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആരും ഇല്ലാത്തോണ്ടാകും എനിക്ക് സ്നേഹത്തിന്റെ വില അറിയാത്തത്. ആ നാളെ പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നുണ്ട്. കിണറ്റുവക്കത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ആഗ്രഹം നടത്തി തരണം എന്റെ ചിറ്റ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഏറ്റവും ഒച്ച വെച്ച് നാട്ടുകാരെ കൊണ്ടിട്ട് പോയി കിടന്നു. തെക്കൂന്ന് അതെ, ഈ ഭഗവതി കാവിലേക്കുള്ള വഴി ഏതാ? എന്താച്ചോ ഉത്സവം കൂടാൻ വന്നാ? അല്ല, അതിനടുത്താണല്ലോ സൂര്യൻ കാട്ടുമന. ആരെ കത്ത അപ്പൻ? ആരോ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ടോ? അനന്തന്റെ മുന്നിൽ സമയദോഷം കൊണ്ട് ആരാണാവോ? സ്വയംപ്രഭ, അവൾ എന്റെ പെണ്ണാണ്. സൂര്യൻകാട്ട് മനക്കൂറ്റു അനന്തം വരച്ച ലക്ഷ്മണ രേഖയുണ്ട്. അത് മറികടന്ന് ആരോടെ ചെല്ലണ്ട, മനസ്സിലായോ? അത് അനന്തട്ട് ഒരു പള്ളിപ്പാതിരി ആയതുകൊണ്ടാ. പാതിരി പഠിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോകുമ്പോഴും എന്റെ പ്രഭയ്ക്ക് കാവലായി നീയടക്കം 5 നിഴല. 12 വർഷത്തെ അവളുടെ വ്രതം ഭഗവതിക്കാവൽ ഉത്സവത്തോടുകൂടി തീരും. നിന്റെ ആശ നടക്കട്ടെ. പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ചിറ്റയോട് എന്താ ആവശ്യപ്പെടാൻ പോണത്? അതൊക്കെ ഉണ്ട് ടീച്ചറെ. നീലാവുണ്ടെന്ന് വെച്ച് പാതിരാത്രി കിണറ്റുവക്കത്ത് ചെല്ലുമ്പോ നിന്നെ വല്ല കള്ളന്മാരും തട്ടിക്കൊണ്ടു പോയാലോ? എന്നാലും കുഴപ്പമില്ല. ദേ, കുസൃതി പറയാതെ പറയൂട്ടി. എന്താ ആവശ്യപ്പെടുക? തട്ടിക്കൊണ്ടു പോണേന്ന്. അറിയണോ ടീച്ചർക്ക്? എത്രയാന്ന് വെച്ചാ ഒറ്റപ്പെട്ട് അമ്മയുടെയും നാട്ടുകാരുടെയും കണ്ണിലെ കരടായി ജീവിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ ഈ സ്വയംപ്രഭ ടീച്ചർ. പിന്നെ എന്റെ ആഗ്രഹം നടത്തി തരണ ചിറ്റൻ. കാവിലെ ഭഗവതിയോട് കുറേ പ്രാർത്ഥിച്ചതാ, നടന്നില്ല. ഇനി ചിറ്റ മാത്രമേ ശരണുള്ളൂ, എന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ. വലിയ ഭംഗിയൊന്നും വേണ്ട, സ്നേഹിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഉടുക്കാൻ ഉടുപ്പും കുടിക്കാൻ ഇത്തിരി കഞ്ഞിയും, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെ തിരക്കി ഒരു പാതിരി വന്നിരിക്കണു. കോളേജിൽ ആവാം. വാടി. ഞാനില്ല, അമ്മ എവിടെ കയറ് പൊട്ടിക്കുണ്ടാവും. നമസ്തേ. നമസ്തേ. നമസ്തേ ഫാദർ. ഫാദർ ഇരിക്കൂ. ഓ, അങ്ങനെ ആവട്ടെ. ഇത് ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ കുട്ടി. ഒരു അപ്പോയിൻമെന്റ് ഓർഡർ അയച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, നേരിട്ട് പോന്നേന്നായിരിക്കില്ലേ? ഐനിക്കര ഗ്രാമവും ഭഗവതിക്കാവും ഒരുപാട് വാർത്ത ഉണ്ടാക്കിയതാണല്ലോ. എന്തായിരുന്നു ആ വേന്ദ്രത്തിയുടെ പേര്? ആ, അരുന്ധതി. 2 മരണം തീർത്ത അസുരവിത്ത്. ആ ശക്തിയെ ഭഗവതിക്കാവിൽ താഴ്ത്ത ഒരു വിദ്വാനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ചക്രപാണി. അതെ, ചക്രപാണി. അതിരിക്കട്ടെ, വരുന്ന വഴിക്ക് ഭഗവതിക്കാവ് കണ്ടു.
അവിടെ ദുർശക്തിയെ ബന്ധിച്ച് കെട്ടിത്തിരിച്ച ഭാഗവും ഞാൻ കണ്ടു. അവിടെ കന്യകൾക്ക് പ്രവേശനമില്ല എന്നെഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. നാഗക്കാവിലടക്കം കന്യകൾക്ക് പ്രവേശനമുണ്ട്. ഈ ബാധ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവളും. പിന്നെന്താ അങ്ങനെ? കുട്ടി ഏതായാലും കോളേജിൽ വരുള്ളൂ. അപ്പം ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞോളാം കേട്ടാ. അപ്പം ഞാൻ ഇറങ്ങാം. ഒരാഴ്ച സമയമുണ്ട്. 1-2 ദിവസം അങ്ങോട്ടും കൊണ്ട് മാറിയെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വരിക, ഒപ്പിടുക. അച്ഛനെന്താ ഇവിടെ? അത് ഞാനിവിടെ ഈ അത് അനന്തേട്ടാ, ഞാനൊരു ഇന്റർവ്യൂവിന് പോയിരുന്നു. അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വന്നതാ. എന്തിന്? പഠിക്കാൻ വിട്ടത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നിന്റെ താല്പര്യത്തിനാ. വെറുതെ എതിർക്കണ്ടെന്ന് കരുതി. പക്ഷെ ജോലി അത് വേണ്ട. ഞാൻ ഈ കഷ്ടപ്പെടുന്നതേ നിനക്ക് കൂടി വേണ്ടിയിട്ടാ. കഴുത്തിൽ താലിയില്ലാന്നുള്ളൂ, പക്ഷെ നീ അനന്തന്റെ പെണ്ണാ, മറക്കണ്ട. ഭഗവതിക്കാവിൽ ഉത്സവം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ച പോലെ അത് നടക്കും. പഠിച്ച വിദ്യ വെറുതെ ആകാന്ന് വെച്ചാല് അത് 4 ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. അതെ, ഞങ്ങൾ ഒരുമാതിരി പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരിക്കണം. ഇനി അച്ഛനായിട്ട് അത് ഇല്ലാണ്ടാക്കണ്ട. അച്ഛൻ ചെന്നേ. ഓ ഓ ചിറ്റേ, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നതാ, എന്റെ ഒരു ആവശ്യം പറയാൻ വേണ്ടി. പക്ഷെ ഇപ്പോ അതിലും വലിയ ആവശ്യം എന്റെ സ്വയംപ്രഭ ടീച്ചർക്കാ. എന്റെ ടീച്ചറെ അനന്തം വേലി കഴിക്കാനിരിക്കുക. ചിറ്റയ്ക്ക് അറിയാലോ, അനന്തനും എന്റെ അമ്മയും തമ്മില്. അനന്തൻ ദുഷ്ടനാ. ഇനി അനന്തന്റെ ശല്യമില്ലാതെ എന്റെ ചിറ്റ കാക്കണം. എന്റെ ടീച്ചർക്ക് സമാധാനം വേണം, എനിക്കും. ദുർമരണം, അശുഭം. ഒന്ന് ശുദ്ധി വരുത്തി പ്രശ്നം വെപ്പിക്കാൻ ഒരുത്തനുമില്ലല്ലോ ഇവിടെ. ദേവി ഒന്ന് കണ്ണടച്ചാല് പിന്നെ എന്തും നടക്കൂടെ? ഇരിക്കൂ. വർഷം 20 കഴിഞ്ഞു അല്ലേ? അതെ. ഇപ്പൊ പ്രത്യേകിച്ച് ബാലേട്ടന്റെ മരണം, അതിന്റെ ഓർമ്മകളുമായി കൈക്കുഞ്ഞായ എന്റെ മോനെയും കൊണ്ട് അന്ന് ആ വീടിന്റെ പടിയിറങ്ങിയതാ ഞാൻ. എന്ത്? അപ്പൊ പിന്നീട് ഇതുവരെ കൊട്ടാരം വീട്ടിൽ പോയിട്ടില്ല? എന്റെ മകനൊരു ഭീരുവായി പോകും. അതൊഴിവാക്കാനാ ഞാൻ ഇവിടം വിട്ടത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? പരിചയത്തിലുള്ള ഏതോ പ്രൊഫസർ ഇവിടെ അടുത്തുള്ള കോളേജില് സീറ്റ് തരപ്പെടുത്തിയേക്കണു. അവൻ ഒരേ വാശി, അവിടെ പഠിക്കുന്നു. ബന്ധവും ബന്ധുത്വവും അറിയാതെ വളർന്നതാണ് അവൻ. ഈ നാട്ടിൽ വന്ന ഒക്കെ അറിയട്ടെ, ഒരു വിഷമവും വേണ്ട. അരുന്ധതിയിലെ ദുഷിച്ച ശക്തിയെ ഭഗവതിക്കാവിൽ ബന്ധിച്ചത് ഞാനാ. കോമരമായ അരുന്ധതി 16 അടി ആഴത്തിലേക്ക് ചാടി ജീവൻ പിടിഞ്ഞു. ആ കഥ അതോടെ തീർന്നു. ഇന്നും ആ ശക്തി ബന്ധനത്തില്ല. ആ ബന്ധനം വിട്ടാൽ ആദ്യം അറിയുക ഞാനാ. അതൊട്ടുണ്ടാകാനും പോണില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. ആ, ഒരു കാര്യം മറന്നു. മകൻ എങ്ങനെയാ? ബാലേന്ദ്രനെ പോലെ മിടുക്കനാണോ? ഇണയാ, ഇനി ഇതാണ് നമ്മുടെ തറവാട്. മട ദ ഗ്രേറ്റ് ക്രോണിക്കിൾ. ഇവരൊക്കെ ഇത് എവിടെ പോയി?
ആ നോക്കാം. ദേ മാഷ ലവ് ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ആർക്ക്? തള്ളക്കായിരിക്കൂ. മിണ്ടായിരിടാ. അല്ലേ? ഓക്കേ, നോക്കാം. ജോക്കുട്ടാ, എനിക്കിന്ന് ലീവാ. സെറ്റപ്പ് സെറ്റപ്പ്. അയ്യോ, അതിനല്ല, കാര്യം എന്താന്ന് വന്നിട്ട് പറയാം. വിഷമിക്കേണ്ട. ഇച്ചിക്കാവുമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയാരെ. എന്റെ മുറിയിൽ അലമാരി തുറന്നാൽ നിങ്ങൾക്കുള്ള പാനപാത്രം അതിൽ അമൃതായിരിപ്പുണ്ട്. ആക്രാന്തം കാണിക്കാതെ. വിനയം കൂടിയുണ്ടല്ലോ. അവനൊന്നിനും നിർബന്ധിക്കണ്ട, ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം മതി. നീ അടിക്കണ്ട, ഞാൻ ഏറ്റ്. ബാക്കി വാങ്ങി. പിന്നെ ഒരു കാര്യം, ഇടത്തേയറ്റത്തെ 3 ബോട്ടിൽ അത് തൊട്ടുപോകരുത്. സ്മിർനോഫ് സ്മിർനോഫ്. അടിച്ചു പൊളിക്കട പിള്ളേരെ. പിന്നെ അണ്ടം കുത്തി കിടക്കരുത്. നിന്നോടാ. നാളെ കോളേജ് തുറക്കുന്നും ബഹളം കൂട്ടുമ്പോ ഒരു പ്രൊഫസറുടെ വീട് അന്ന് മറക്കണ്ട എന്ന് നിങ്ങളുടെ സ്വന്തം രാഹുല മാഷ്. കഴിഞ്ഞു.